നമസ്കാരം. മലയാളികൾക്ക് പ്രത്യേകിച്ചൊരു അഭിമുഖത്തിന്റെ അല്ലെങ്കിൽ ഒരു ആമുഖത്തിന്റെ ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ച ചെയ്തത് രേണു സുധിയെ കുറിച്ച് തന്നെയാണ്. കാരണം രേണു സുധിയാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിരുന്നത്. പലപ്പോഴും കമന്റുകൾ വരുന്നത് വേറൊരു ചർച്ചാ വിഷയമില്ലേ എന്ന് ചോദിച്ച് നിരവധി കമന്റുകൾ വരുന്നുണ്ട്. പക്ഷെ അത് മാത്രമല്ല, നിങ്ങൾ രേണുവിന്റെ നിന്ന് എത്ര രൂപ പൈസ വാങ്ങിച്ചു എന്നുള്ള കമന്റുകളൊക്കെ നിറയെ വരുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാകുന്നത്, അല്ലെങ്കിൽ എന്തിനാണോ നമ്മളൊരു പ്രയോറിറ്റി കൊടുക്കണമെന്ന് തോന്നുന്നത്, ആ കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. കാരണം എന്താണ് ജനങ്ങൾക്ക് ഓരോ കാര്യത്തിലും അത് ശരിയാണോ തെറ്റാണോ, അതിന്റെ ഒരു നെഗറ്റീവ് വശം എന്താണ്, ഒരു പോസിറ്റീവ് വശം എന്താണെന്ന് എന്തായാലും അറിയാൻ ഒരു താല്പര്യം ഉണ്ടാവും. കാരണം ഒരു വിഷയം ഏറ്റവും വലിയ വിവാദമാകുമ്പോൾ അത് തന്നെയാണ് പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രേണുവിന്റെ കാര്യത്തിലും രേണു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തെറ്റ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ രേണുവിന്റെ പോസിറ്റീവ് കാര്യങ്ങൾ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ഇത്രയും വിമർശനങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ ഒറ്റയാൾ പോരാട്ടം നടത്തുക എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല, ഒരു കലാകാരൻ, അത്രയും ജനങ്ങൾ ഇഷ്ടമുള്ള ഒരു കലാകാരന്റെ മരണത്തിന് ശേഷം ആ കുടുംബം പോറ്റിക്കൊണ്ടുപോകാൻ കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയുടെ കുറെ കഷ്ടപ്പാടുകൾ നമ്മൾ കണ്ടു. അതിനുശേഷം അവർ ക്യാമറയ്ക്ക് മുന്നിൽ എത്തിയപ്പോഴായിരുന്നു പല മഴക്കാലത്ത് മറ്റേ ഞാഞ്ഞോളുകൾ പൊങ്ങുന്നത് പോലെയാണ് അവിടുന്ന് ഇവിടുന്ന് ഓരോരോ ആളുകൾ ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും അതിൽ ശരിയും തെറ്റിനെ കുറിച്ചും സംസാരിക്കേണ്ടതായിട്ടുള്ള ആവശ്യകത നിരവധിയാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വീടിനെ കുറിച്ചുള്ള ചർച്ച വരുന്നുണ്ട്, അതുപോലെ കിച്ചുവിനെ കുറിച്ചുള്ള ചർച്ച വരുന്നുണ്ട്, അതുപോലെ രേണു സുധിയുടെ പഴയ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വരുന്നുണ്ട്. സുധിയുടെ പഴയ ജീവിതകാലം, പല വിവാഹങ്ങൾ എന്നുള്ള പറഞ്ഞുള്ള രീതിയിലുള്ള ചർച്ചകൾ വരുന്നുണ്ട്. ആദ്യ വിവാഹം, രണ്ടാം വിവാഹം, രേണു മൂന്നാമത് വിവാഹം കഴിച്ചതാണ് രേണുവിനെ, അവർ തമ്മിലുള്ള ഒരു അവിഹിത ബന്ധം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ പറ്റുമോ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സുധിയുടെ ആദ്യ ഭാര്യ ശാലിനിയെ കുറിച്ചും അതുപോലെ രണ്ടാം ഭാര്യ എന്ന് അവകാശപ്പെടുന്ന വീണയെ കുറിച്ചുമാണ് നമ്മൾ എന്തായാലും സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് രേണു ഇതിലുണ്ടല്ലോ, അപ്പൊ അത് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ നമ്മൾ ഈ ഒരു ചർച്ചയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ നേരത്തെ തങ്കച്ചനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറെ താജ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം താജ് പത്തനംതിട്ട, അതുപോലെ തന്നെ നമ്മുടെ സുധിയുടെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ് ഒരുപാട് പേർ പല കാര്യങ്ങൾ അവകാശവാദങ്ങളുമായി വരുന്നുണ്ട്. അപ്പൊ ഇന്നലെ കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യ താനാണെന്ന് അവകാശപ്പെട്ട് വീണ എസ് പിള്ള എന്ന യുവതി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. താനും സുധിയും തമ്മിലുള്ള പിരിയാനുള്ള ഒരു കാരണം രേണു ആയിരുന്നു എന്നും വീണ വെളിപ്പെടുത്തിയതാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഒരു വലിയൊരു ചർച്ചയ്ക്കും വിവാദത്തിനും. രേണുവിനെ അടിക്കണം, കാണുവാണെങ്കിൽ അടിക്കും എന്നൊക്കെ പറഞ്ഞ് വീണ വന്നപ്പോഴേക്കും അങ്ങ് സംഭവത്തിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു. അത് മാത്രമല്ല, വീണയ്ക്കെതിരെ രേണു വന്നത് ഒരുപാട് വലിയ ചർച്ചയായിരുന്നു. ഈ വീണ പറഞ്ഞതെല്ലാം സത്യമാണോ കള്ളമാണോ എന്നുള്ള ഒരു ചോദ്യം ഉയരുകയാണ്. ഭാര്യ തന്നെയാണോ അല്ലെങ്കിൽ വെറുതെ അങ്ങനെ പറയുകയാണോ എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ നമ്മുടെ കൊല്ലം സുധിയുടെ അടുത്ത സുഹൃത്തായ ശ്രീകാന്ത് ഇപ്പോൾ പറയുന്നത് കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യ തന്നെയാണ് വീണ എന്നാണ് പറയുന്നത്. അതിന്റെ കാര്യങ്ങളും ഒക്കെ നമ്മുടെ ശ്രീകാന്ത് തന്നെ പറയുന്നുണ്ട്. വീണ പറയുന്നതൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണെന്ന് തന്നെയാണ് നമ്മുടെ ശ്രീകാന്ത് പറയുന്നത്. അതുപോലെ തന്നെ വിവാഹം കഴിച്ചിരുന്നു എന്ന് പറയുന്നതും ശരിയാണ്. വീണയും സുധിയും പിരിയാൻ കാരണം രേണു ആണോ എന്ന കാര്യത്തിൽ പക്ഷേ എനിക്ക് വ്യക്തതയൊന്നുമില്ല. എന്നാൽ അവർ തമ്മിൽ വിവാഹിതരായിരുന്നു, അവര് ഒരുമിച്ച് ഭാര്യ തന്നെയാണെന്ന് ശ്രീകാന്ത് ഉറപ്പിച്ച് പറയുന്നുണ്ട്. സ്റ്റാർ മാജിക്കിന് ശേഷം ആണ് സുധി ശ്രദ്ധിക്കപ്പെടുന്നത്. സുധി ഈ സമിതികളിലൊക്കെ കളിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതിനുശേഷം സ്റ്റാർ മാജിക്കിലൊക്കെ പോയതിനു ശേഷമാണ് പിന്നെ മെഗാ ഷോകളിൽ മാത്രമാണ് പിന്നെ ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഫോമിലി മാത്രമാണ് അവർ തമ്മിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറയുന്നുണ്ട്. പിന്നെ വീണയും സുധിയും തെറ്റിപ്പിരിയാനുള്ള കാരണം സുധിയുടെ അവിഹിത ബന്ധമാണെന്നാണ് താൻ നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, എന്നാൽ അത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല എന്നുള്ള ഒരു കാര്യത്തിനും കൂടി പറയുന്നുണ്ട്. പിന്നെ പറയുന്ന പോലെ തന്നെ കിച്ചുവിനെ പൊന്നുപോലെ നോക്കും, അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ആ ഒരു കാര്യത്തിലും കൂടി ഇപ്പൊ വീണയുടെ കാര്യത്തിൽ നമുക്കൊരു ഉറപ്പ് വേണമായിരുന്നു, അതെന്താണ് സംഭവം എങ്ങനെയാണെന്നൊക്കെ. ശ്രീകാന്ത് ഉറപ്പ് പറയുന്നത് അവർ തമ്മിൽ ഭാര്യ ഭർത്താവായിട്ട്. അതുപോലെ തന്നെ 2-3 ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം തന്നെയാണ് ശ്രീകാന്ത് നൽകിയിരിക്കുന്നത്. മറ്റു കിച്ചുവിന്റെ കാര്യത്തിലും പറയുന്നുണ്ടല്ലേ? അതെ. ഇത് കിച്ചുവിനെ പൊന്നുപോലെ തന്നെയാണ് നോക്കിയിരുന്നത്, അതില് ഒരു കുഴപ്പമൊന്നുമില്ല. സുധി എന്നോട് ആ ഒരു കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, കിച്ചുവിനെ
കിച്ചുവിനും വീണയെ അറിയാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് അവർ ഒരുമിച്ചായിരുന്നല്ലോ. പിന്നെ ഈ കിച്ചു കുറച്ച് വലുതായ ശേഷമാണ് വീണ സുധിയുടെ ജീവിതത്തിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും കിച്ചു വീണയെ കണ്ടിട്ടുണ്ടോ? പക്ഷെ കിച്ചു ഇതുവരെയായിട്ടും സംസാരിച്ചിട്ടോ കാര്യങ്ങളോ ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ട് പോലും കിച്ചു ഇതിനെപ്പറ്റി ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല എന്നതാണ് ഇതിലുള്ള വിവാദങ്ങളോടൊന്നും താല്പര്യമില്ല എന്നാണ് പലപ്പോഴും നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. കാരണം പലപ്പോഴും കിച്ചു ഈ വിവാദങ്ങളിലൊന്നും വരാണ്ട് ഇപ്പൊ അമ്മയ്ക്കെതിരെ രേണു സുധിക്കെതിരെ വളരെ വലിയ വിമർശനങ്ങൾ വന്നപ്പോൾ ഒരു തവണ മാത്രം അതും ഇത് രേണു സുധിക്ക് എതിരെ വന്ന വിമർശനം കൊണ്ട് മാത്രമല്ല കിച്ചു വന്നത്. കിച്ചുവിനെതിരെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കിച്ചു ആ വീഡിയോ ഇട്ടത് കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്, അപ്പൊ കിച്ചുവിനെ ആരും നോക്കുന്നില്ല, അങ്ങനെയുള്ള ഒരു രീതിയിൽ കിച്ചുവിനെ കുറിച്ചും പറഞ്ഞപ്പോഴാണ് കിച്ചു അങ്ങനെ ഒരു വീഡിയോ ഒന്ന് രണ്ട് തവണയാണ് അങ്ങനെ ഇടാന്ന് പറഞ്ഞത്. അത് മാത്രമല്ല താജുദ്ദീനുമായിട്ട് ഫോണിൽ സംസാരിച്ചപ്പോ ആ വോയിസ് താജുദ്ദീൻ അത് റെക്കോർഡ് ചെയ്തതാണ്. ആ ഒരു കാര്യം അങ്ങനെയാണ് കിച്ചുവിന്റെ ചില വെളിപ്പെടുത്തലുകൾ വന്നത്. അല്ലാതെ ഇത്തരം വിമർശനങ്ങളോടോ അല്ലെങ്കിൽ ആരോപണങ്ങളോടോ ഒന്നും കിച്ചു ഇതുവരെയും പ്രതികരിച്ചെത്തിയിട്ടില്ല. അത് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോ സുധിയുടെ ആദ്യ ഭാര്യ എന്ന് പറയുന്നത് ശാലിനിയാണ്. ശാലിനി ആത്മഹത്യ ചെയ്യാണ്. അപ്പൊ അവർക്ക് മറ്റൊരു ബന്ധത്തിൽ ഒരു കുഞ്ഞുണ്ട്. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. കാരണം എന്താണെന്ന് ഇതുവരെ വ്യക്തമല്ല. അത് കുടുംബ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം എന്നൊക്കെ തന്നെയാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞത് കുടുംബ പ്രശ്നത്തിന്റെ പേരിലായിരുന്നു. അതിലൊരു വ്യക്തത എന്തായാലും ഇല്ല. പിന്നെ കിച്ചുവിനെ ഇടയ്ക്കിടയ്ക്ക് പോയി ശാലിനി കാണാറുണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, വീണയെ കല്യാണം കഴിച്ചതിന് ശേഷം സുധി ശാലിനിയുമായിട്ട് ആ ഒരു സമയത്ത് തന്നെ, അതായത് ഇവര് ശാലിനിയുമായിട്ട് ശാലിനിയോട് പിരിയാനുള്ള കാര്യങ്ങളും ഇതൊക്കെ നമുക്ക് വഴി ചർച്ച ചെയ്യാം. ആ സമയത്ത് തന്നെ, അതായത് വീണയെ ശാലിനി പോയതിനു ശേഷം വീണയെ വിവാഹം കഴിച്ചു. പക്ഷെ ആ കഴിച്ചതിന് ശേഷവും ഇരുവരും ശാലിനിയുമായിട്ട് അടുക്കുകയും ഇവരും കാണുകയും അതുപോലെ അങ്ങനെയൊക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ ഇതിന്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ആ ഒരു പൊട്ടിത്തെറിയാണ് ഇവർക്ക് വീണയ്ക്കും സുധിക്കും ഇടയിൽ ഉണ്ടായത് എന്നുള്ള ആദ്യത്തെ ഒരു പ്രശ്നങ്ങൾക്ക് തുടക്കം എന്ന് പറയുന്നത്. അതിനുശേഷമാണ് പിന്നെ രേണു സുധിയുടെ ജീവിതത്തിലേക്ക് വരികയും പിന്നെ അതിന്റെ പേരിൽ വീണയും സുധിയും പിരിഞ്ഞത് എന്നുള്ള രീതിയിലും ചർച്ചകൾ നടക്കുന്നുണ്ട്. അല്ലേ? അതെ അതെ. അത് മാത്രമല്ല, ഈ ശ്രീകാന്തിന്റെ വെളിപ്പെടുത്തലിൽ നിരവധി പേര് കമന്റുമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. എന്താണിത്, രേണു കാരണം അന്തരിച്ച നടൻ സുധിയുടെ പഴയകാല ജീവിതത്തിനെ കുറിച്ചൊക്കെ കാര്യങ്ങൾ വലിയ രീതിയിൽ അത് എന്തിനാണ് എന്നുള്ള രീതിയിലായിപ്പോയി. കാരണം ഒരു സ്ത്രീ കാരണം അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ, അല്ല ഇപ്പോ സുധി മരിച്ചതിന് ശേഷം പിന്നെ എന്തിനാണ് സുധിയുടെ ഈ പേരിങ്ങനെ കളങ്കപ്പെടുത്തുന്നത്? കിച്ചുവിനെ നന്നായിട്ട് രേണു നോക്കുന്നുണ്ട് അല്ലെ? ഇപ്പോഴും നോക്കുന്നുണ്ട്. അത് ഇപ്പൊ രേണു തന്നെ പറയുന്നുണ്ട്. ഞാൻ കിച്ചു എപ്പോഴും രേണു പറയുന്നത് എന്റെ മൂത്ത മകൻ കിച്ചു എന്ന് തന്നെയാണ് രേണു ഇവിടെയും പറയുന്നത്. കിച്ചുവിന് വേണ്ടിയിട്ട് പോക്കറ്റ് മണി കൊടുക്കുന്നുണ്ട്, പിന്നെ കിച്ചുവിന്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അങ്ങനെ ഇന്ന് വരെയും കിച്ചുവിനെ കുറിച്ച് തള്ളി പറഞ്ഞിട്ടില്ല രേണു. കമന്റുകൾ ആ വീഡിയോയിലുള്ള ശ്രീകാന്തിന് കിട്ടിയ അധികം കമന്റുകളിലും എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ വലിച്ചിടുന്നത്, സുധിക്ക് അതൊരു ചീത്തപ്പേരല്ലേ, മരിച്ചുപോയ ഒരാളല്ലേ, എന്തിനാണ് ഇങ്ങനെയൊക്കെ വരുന്നത്? നമുക്ക് സാധാരണയായിട്ട് ഇങ്ങനെ ഒരു കമന്റ് തന്നെയാണ് വരാറ്. അത് മാത്രമല്ല, കിച്ചുവും രേണുവും തമ്മിലുള്ള ഒരു ബന്ധം എല്ലാവരും കാണുന്നതാണ്. പിന്നെ ഇൻഷുറൻസ് തുകേന്റെ കാര്യം ഇവിടെ അടുത്ത് വലിയ ചർച്ചയായിരുന്നു. ഇൻഷുറൻസ് കിട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ആ രേണുവിന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന കോടികളൊന്നുമല്ല സുധിയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത്. അത് 75,000 രൂപയായിരുന്നു എന്ന് അത് കിച്ചുവും രേണു കൂടി നോക്കി. അതുപോലെ തന്നെ കിച്ചുവിന്റെ വണ്ടി CC-ക്കാർ വന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അടവ് മുടങ്ങിയതിന്റെ പേരിൽ. അങ്ങനെ സുധി മരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്, അടവ് മുടങ്ങി വണ്ടി എടുത്തുണ്ടായ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അതിനുശേഷം സുധി ബൈക്ക് വാങ്ങിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ പിന്നീട് രേണു അറിഞ്ഞപ്പോൾ അക്കൗണ്ട് പിന്നെ ഈ മരണത്തിനൊക്കെ ശേഷം അറിഞ്ഞു. അത് ഭയങ്കര വിഷമായെന്ന് രേണു തന്നെ പറയുന്നുണ്ട്. അതിനുശേഷം ഈ അക്കൗണ്ടിൽ നിന്ന് 75,000 നിന്ന് 69,000 രൂപയ്ക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് വാങ്ങിച്ചു കൊടുക്കുകയായിരുന്നു. അതും തന്റെ മകന് വേണ്ടിയിട്ട് തന്നെയാണ്. അല്ലെങ്കിൽ ആ പൈസ എടുത്ത് വേണമെങ്കിൽ ഇതാക്കാം. അതിനുള്ള തെളിവ് തന്നെ രേണു നിർത്തി കഴിഞ്ഞു. അപ്പം ഇനി അത് ഇൻഷുറൻസ് തുകേന്റെ കാര്യം എന്തായാലും ചർച്ച ചെയ്യണം. എന്തായാലും അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന പൈസ എടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സ്വന്തം മകന് വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്തത്, അല്ലാണ്ട് രേണു എടുത്തിട്ടില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. ഇനി നമുക്ക് ശാലിനിയുടെ വിഷയത്തിലേക്ക് തന്നെ വരാം. സുധിയുടെ ആദ്യ ഭാര്യ ശാലിനിയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ശ്രീകാന്ത് പറയുന്നത് ഇങ്ങനെയാണ്. അവരെ ആദ്യമായിട്ട് അവളെ വിളിച്ചു, ഇവർ പ്രണയിച്ചതാണെന്ന് അറിയാലോ. അപ്പൊ ഇവരെ ആദ്യമായിട്ട് വിളിച്ചു കൊണ്ടുവന്നത് ശ്രീകാന്തിന്റെ വീട്ടിലേക്ക് തന്നെയായിരുന്നു. ശ്രീകാന്തിന്റെ പൈസയ്ക്ക് തന്നെയായിരുന്നു ഒരു വീട് വാടകയ്ക്ക് എടുത്ത് പിന്നീട് നൽകിയത്. പിന്നെ അല്ലെങ്കിൽ തന്റെ കുടുംബം തകരുമെന്ന് തോന്നിയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നാണ് ശ്രീകാന്ത് പറയുന്നത്. പിന്നെ ശാലിനി എന്ന് പറഞ്ഞ ഡാൻസർ തന്നെയായിരുന്നു.
ആ ഒരു ട്രൂപ്പിനെ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി സുധിയും പോയപ്പോഴാണ് സുധിയും ശാലിനിയും കൂടി പ്രണയത്തിലാകുന്നതും പിന്നെ ഒരു വിവാഹത്തിന് എത്തിയതും. പക്ഷെ വിവാഹത്തിന് ശേഷം ശാലിനി പ്രസവിച്ചു. എന്നാൽ ആ പ്രസവിച്ചതിന് ശേഷം ഡാൻസിന് പോകാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് ശാലിനി പോവുകയായിരുന്നു. അങ്ങനെയാണ് വീട്ടിലിരുന്ന് മടുത്ത് നിൽക്കുന്ന സമയത്ത് തനിക്കൊരു ജോലി വേണം എന്നുള്ളതായി. അങ്ങനെയാണ് തന്നെ സമീപിച്ചപ്പോൾ, അതായത് ശ്രീകാന്തിനെ സമീപിച്ച സമയത്താണ് അവസരം വാങ്ങിത്തരണമെന്ന് പറഞ്ഞപ്പോൾ പ്രശസ്ത സിനിമാ നടിയുടെ ഡാൻസ് ട്രൂപ്പിൽ ഒരു അവസരം വാങ്ങി കൊടുത്തതോടെയാണ് കാര്യങ്ങൾ മാറി മറിയുന്നത്. സുധിയുടെ ജീവിതം തന്നെ മാറി മറിയുന്നത് അവിടെ നിന്നാണ്. അതോടുകൂടിയാണ് അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ. ആ നടിയുടെ മകനും ഇവരും കൂടി പ്രണയത്തിലാവുകയായിരുന്നു. അങ്ങനെ ഒരു കാര്യമുണ്ട്. ആ മകനും നടിയുടെ മകനും ശാലിനിയും കൂടി പ്രണയത്തിലായി. അങ്ങനെ ഈ സുധിയും ശ്രീകാന്തും കൂടി ചേർന്ന് കേസ് കൊടുത്തു. അങ്ങനെ ഈ ശാലിനി പയ്യന്റെ കൂടെ പോയി എന്നാണ് പറയുന്നത്. പക്ഷെ സ്റ്റേഷനിൽ വിളിച്ച സമയത്ത് ആ പയ്യന്റെ കൂടെ പോകാനാണ് ശാലിനി ആഗ്രഹിച്ചത്. ഒരു കുഞ്ഞുണ്ടായിരുന്നു. അപ്പോഴും ശാലിനി അവരുടെ കൂടെ പോകണമെന്ന് ആഗ്രഹിച്ചു. അപ്പൊ സുധി ഇവരുടെ കാലിൽ വീണു സ്റ്റേഷനിൽ വെച്ചെന്നാണ് പറയുന്നത്. പിന്നെ അത് ഉറപ്പായിട്ട് ഇത്രയും ഇത് സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണ് അവര്. സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു തിരിച്ചടിയല്ലേ അത്. ഉറപ്പായിട്ടും അന്ന് ആ സ്റ്റേഷനിൽ വെച്ച് കാലിൽ വീണു. രാത്രി നീ അവന്റെ കൂടെ പൊയ്ക്കോ, പകൽ നീ കുഞ്ഞിന്റെ അമ്മയായി വാ. അതായത് കുഞ്ഞിന്റെ കാര്യത്തിലായിരുന്നു സുധി. കാരണം സുധി എപ്പോഴും ആ സ്റ്റേജിൽ പോലും പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിനെ വെച്ചിട്ടാണ് ഷോ ചെയ്യാൻ വേണ്ടിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു പറയുന്നത്. കുഞ്ഞിനെ ഒരിക്കലും എവിടെയും വിട്ടുകൊടുക്കാനായിട്ട് സുധി തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണ് കിച്ചുവിനെ വെച്ചിട്ട് ഇത്രയും ചർച്ചകൾ നടക്കുന്നത്. എന്തായാലും ഈ ആ സ്റ്റേഷനിൽ അങ്ങനെയൊക്കെ സുധി പറഞ്ഞപ്പോഴേക്ക് SI ചീത്ത വിളിക്കുക ചെയ്തത്. എന്തിനാന്ന് വെച്ചാൽ ഇത്രയും തറയായ ഒരു പെണ്ണിന് നിനക്ക് വേണോ എന്ന് പറഞ്ഞിട്ടാണ് ചൂടായത്. അത്രയും സുധീന്റെ ഒരു അവസ്ഥ, ഒരു കുഞ്ഞുള്ള ഒരു അവസ്ഥ മറ്റുള്ളവർ മനസ്സിലാക്കിയിട്ടും അത് അങ്ങനെ കാര്യങ്ങൾ പോയി. പക്ഷെ എന്നിട്ട് പോലും സുധി അന്ന് ആ കാല് പിടിച്ചിട്ട് പോലും അവന്റെ കൂടെ പോകണമെന്ന്, അയാളുടെ കൂടെ പോകണമെന്ന് പറഞ്ഞ് പോയി. വീട്ടിൽ നിന്ന് സാധനം എടുക്കാൻ വേണ്ടി വന്നപ്പോൾ സുധി അവിടെ നിന്നും അഭ്യർത്ഥിച്ചു, നീ ഇവന്റെ കൂടെ വീട്ടിൽ തന്നെ കഴിഞ്ഞോളൂ, കുഴപ്പമില്ല, അവന്റെ അമ്മയായി നീ ഇവിടെ വേണമെന്ന് പറഞ്ഞു. പക്ഷെ അവൾ ഇറങ്ങിപ്പോയി എന്നാ പറയുന്നത്. ആ കുട്ടിയെ അവിടെ വെച്ചിട്ട്, കിച്ചുവിനെ അവിടെ വെച്ചിട്ട് ഇറങ്ങിപ്പോയി. ഇതോടെ രണ്ടുപേരെയും വെട്ടുകത്തി എടുത്ത് സുധി വെട്ടാൻ പോയ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത്. അങ്ങനെ അന്ന് സുധിയെ ശ്രീകാന്ത് പിടിച്ചില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ശാലിനിയെയും അത് വേറൊരു കഥയിലേക്ക് നയിച്ചേനെ എന്ന് വേണം പറയാൻ. പിന്നീടുള്ള സുധിയുടെ വളർച്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് ഒരുപാട് സമയത്ത് തന്നെ സ്റ്റാർ മാജിക്കിൽ പോലും അത് ചർച്ചയായതാണ്. സുധി ഓരോ ഷോയ്ക്ക് പോകുമ്പോഴും തന്റെ മകനെയും കൂടെ കൊണ്ടുപോകും. പിന്നെ അതിനെക്കുറിച്ച് അസീസ് തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേപോലെ മകനെ കൊണ്ടുപോവുകയും ഈ ഒരു ഷോ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സുധി ഷോയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുറകിൽ കുഞ്ഞിനെ കിടത്തും. ആ സമയത്ത് തകച്ചനാണെങ്കിലും അല്ലെങ്കിൽ അസീസും ഒക്കെയാണ് ആ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ കുഞ്ഞ് കുറച്ച് വളർന്ന് ഇത് ഒരു പരുവമൊക്കെ ആയപ്പോൾ കർട്ടൻ വലിക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം മഴയൊക്കെ നനഞ്ഞ് ഈ കർട്ടൻ മുഴുവൻ നനഞ്ഞു കൂന്ന് നിൽക്കുമായിരുന്നു. അപ്പോൾ ഈ നനഞ്ഞ കർട്ടൻ ഭയങ്കര വെയിറ്റ് അല്ലേ. ആ സമയത്ത് ഈ കിച്ചു കർട്ടൻ വലിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും കർട്ടൻ വെയിറ്റ് കൊണ്ട് പൊങ്ങിപ്പോവുകയും കിച്ചു അങ്ങനെ അത് ഭയങ്കര തമാശയോടുകൂടി സുധി പറയുന്നുണ്ട്. അല്ല, സുധി അത് നല്ല സന്തോഷത്തോടു കൂടി ചിരിയോടുകൂടി അത് പറയുമ്പോഴും താൻ അനുഭവിച്ച വേദനകൾ എത്രത്തോളമാണെന്ന് സുധി ആ ഓരോ വാക്കുകളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യത്തിന് ശേഷമാണ് വീണ എന്ന ഷിക്കയെ വിവാഹം കഴിക്കുന്നത്. പിന്നെ രണ്ടാം വിവാഹം രജിസ്റ്റർ മാരേജ് ഒക്കെ ചെയ്തു. പക്ഷെ ആ സമയത്ത് അത് രണ്ടാം വിവാഹം കൊണ്ട് തന്നെയാണ് ആരും ശ്രദ്ധിക്കാതെയൊക്കെ പോയത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ ചർച്ചകൾക്ക് വെച്ചത്. എന്തായാലും കിച്ചു അന്ന് കൂടെ ഉണ്ട്, അവരുടെ കൂടെ എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു. അന്ന് വീണ എന്തൊക്കെ പഠിക്കുന്നുണ്ടെന്നായിരുന്നു പറഞ്ഞത്. അതെ, അങ്ങനെയാണ് ഇതുണ്ട്. അതിന്റെ ഇടയിലാണ് പിന്നെ അതിനുശേഷം ഇവർ തമ്മിൽ പിരിയാണ് ചെയ്തത്. പെട്ടെന്നൊരു ദിവസം പിരിയുന്നെന്ന വാർത്തയാണ് കേട്ടത്. പക്ഷെ കാരണം അറിയില്ല, വ്യക്തമല്ല. രേണുസുധി എന്ന കാരണക്കാരി രേണുവാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ സുധി മരിച്ചപ്പോൾ സുധിയുടെ ഒരു ബോഡി വിട്ട് തരില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തും വീണ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ശ്രീകാന്ത് പറയുന്നുണ്ട്. അപ്പോൾ സുധിയുടെ ജീവിതത്തിൽ സംഭവിച്ച ഏകദേശം കാര്യങ്ങളൊക്കെ ശ്രീകാന്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇതൊക്കെയായിരുന്നു. ഇത് പറയുമ്പോൾ തന്നെ അറിയാം സുധി എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ കിച്ചു എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ആ മരിക്കുന്നത് വരെ, അല്ലെങ്കിൽ സുധിയുടെ ജീവിതം ഇപ്പൊ രേണുവിന് എന്തൊക്കെ പറഞ്ഞാലും സുധിയുടെ മരണം വരെ രേണു തന്നെയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. രണ്ടാമത് വിവാഹം കഴിച്ച ആള് പോലും വീണയാണെങ്കിൽ പോലും അത് പിന്നീട് അവർ പിരിയാനുള്ള ഒരു കാരണമൊക്കെ ഉണ്ടായി. അപ്പൊ അതിന്റെ ഇടയിൽ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ എന്താണ് പറയുന്നത് നമുക്ക് മുഴുവനായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. മാത്രമല്ല ശ്രീകാന്തും അത് തീർത്തും അങ്ങനെയാണ് എന്ന് പറയുന്നുമില്ല. അപ്പൊ നമുക്ക് അതിലെ സത്യം എന്താണെന്ന്, സത്യാവസ്ഥ എന്താണെന്ന് തീർച്ചയായിട്ടും അറിയില്ല. അപ്പൊ അതിപ്പോ കഴിഞ്ഞൊരു ഏടാണ്. മരിച്ചുപോയ ഒരാൾക്ക് വേണ്ടി ആൾക്കെതിരെ ഇനിയും ഒരു വിമർശനവും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ. കാരണം
അദ്ദേഹം ഒരു കലാകാരനാണ്, ഒരുപാട് പേര് ബഹുമാനിക്കുന്ന ഒരു കലാകാരനാണ്. അദ്ദേഹത്തിന് ഇനിയും ചളി വാരി എറിയാതിരിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.